മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ 40 ലക്ഷം രൂപ കവർന്നതായി പരാതി. ആനക്കുഴിക്കര സ്വദേശിയാണ് പോലീസിൽ പരാതി നൽകിയത്. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, എന്താണ് സംഭവം? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ആതിര. ആനക്കുഴക്കര സ്വദേശി റയീസിന്റെ കാറിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. 40,25,000 രൂപയാണ് കവർന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3-നും 4-നും ഇടയിലായിരുന്നു ഈ സംഭവം നടന്നത്. കോഴിക്കോട് പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടതായിരുന്നു റയീസിന്റെ കാർ. ഈ കാറിൽ നിന്നാണ് ഇതിന്റെ ഒരു കാർബോർഡ് പെട്ടിയിൽ മുൻവശത്തെ സീറ്റിൽ വെച്ചിരുന്ന 40 ലക്ഷം രൂപയും ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന 25,000 രൂപയുമാണ് കവർന്നത്. രണ്ട് ബൈക്കുകളിൽ ബൈക്കുകളിലെത്തിയ രണ്ടുപേർ ചാക്കുകെട്ടുകളിലാക്കി ഈ ചാക്കുകെട്ടുകളുമായി പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റയീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിലാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഈ 40 ലക്ഷം രൂപ റയീസിൻ്റെ ഭാര്യാപിതാവ് സൂക്ഷിക്കാൻ നൽകിയതാണ് എന്നാണ് റയീസ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ജ്വല്ലറിയിൽ നിന്നും കൊണ്ടുവരികയായിരുന്ന 25,000 രൂപയാണ് ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്നത്. ഈ പണം, അതായത് ആകെ 40,25,000 രൂപയാണ് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിൽ നിന്നാണ് അതിനകത്ത് സൂക്ഷിച്ചിരുന്ന പണം ബൈക്കിലെത്തിയ 2 പേർ കൊണ്ടുപോയതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആര് കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. അതിര CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പോലീസ് സംഭവത്തിൽ എന്താണ് വ്യക്തമാക്കുന്നത്? നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഒരു CCTV ദൃശ്യമാണ്. അതായത് ബൈക്കുകളിലെത്തിയ 2 പേർ ചാക്കുകെട്ടുമായി പോകുന്നു. ആ ചാക്കുകെട്ടിൽ ഈ പണം ഉണ്ടാകും എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ആ ചാക്കുകെട്ടിൽ 40 ലക്ഷം രൂപ നിറയ്ക്കണമെങ്കിൽ കാർഡ്ബോർഡ് പെട്ടിയിൽ സൂക്ഷിച്ച ആ പണം കാറിൻ്റെ മുൻവശത്തെ സീറ്റിലായിരുന്നു. അത് കാർഡ്ബോർഡ് പെട്ടിയിലാക്കി 40 ലക്ഷം രൂപ സൂക്ഷിച്ചിരുന്നത്. 25,000 രൂപ കാറിൻ്റെ ഡാഷ്ബോർഡിലുമാണ് സൂക്ഷിച്ചിരുന്നത്. ആ പണം മുഴുവനുമാണ് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി, കോഴിക്കോട് പൂവാട്ടുപറമ്പിലാണ് 40 ലക്ഷം രൂപ കവർന്നതായി പരാതി. നിർത്തിയിട്ട കാറിനകത്ത് സൂക്ഷിച്ചിരുന്ന 40 ലക്ഷം രൂപ കവർന്നെന്നാണ് പരാതിയുള്ളത്. ആനക്കുഴിക്കര സ്വദേശിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. റിയാസ്, തുടരുക.